വളരെ ഉത്തരവാദിത്തത്തോടാണ് ഇവിടുത്തെ ഫാക്കൽറ്റി ടീച്ചേഴ്സൊക്കെ നമ്മളെ പഠിപ്പിച്ചതൊക്കെ. പിന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരെണ്ണവും റിപ്പീറ്റഡ് അല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ 1.5 വർഷം ആയിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ICD കൊല്ലം എന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നു. ബാങ്കിങ് സ്വപ്നം കാണുന്ന പലർക്കും ഇതൊരു ബേസാണ്. ഒരു ട്രാൻസിറ്റ് ക്യാമ്പായിട്ട് അല്ലെങ്കിൽ ട്രാൻസിറ്റ് ബേസായിട്ട് കണക്കാക്കി നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് പ്രവീൺ, സ്വദേശം കൊല്ലം കരുനാഗപ്പള്ളി. ഞാൻ 20 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം 2024 ജനുവരിയിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡായി. ഈ 20 വർഷത്തെ ഒരു കാലയളവ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സർവീസിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് ഒന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇറങ്ങാറായപ്പോഴാണ് ഒരു സെക്കൻഡ് ജോബിനെ കുറിച്ചും ഒരു എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് എന്താണ് 20 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സർവീസിലേക്ക് എങ്ങനെ കയറാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് ബാങ്കിങ്ങിനെ കുറിച്ചും പിന്നെ SSC അങ്ങനെ പല കേരള PSC അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്നു. പിന്നെ അതിനുശേഷമാണ് പിന്നെ ബാങ്കിങ് തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം. നല്ലൊരു ഡ്രീം ജോബാണ്. അതിലേക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നുള്ള എൻ്റെ ചിന്ത എന്താണ്, ഇവിടെ എങ്ങനെ തുടങ്ങണം. അപ്പോൾ അങ്ങനെ പലരുമായിട്ട് അന്വേഷിച്ചു, പല കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വർഷത്തെ ഗ്യാപ്പുകളായിപ്പോയി ഈ എന്താ പറയുക പഠനവും ഒക്കെ ആയിട്ട്. കാര്യം 20 വർഷം മുന്നെയാണ് പഠിത്തമൊക്കെ നിർത്തി, പിന്നെ ജോലി കയറി, പിന്നെ അങ്ങനെ ആ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയുണ്ടായി. പിന്നെ ഇപ്പം അതിനുശേഷം പിന്നെ ICD കുറിച്ച് അങ്ങനെയാണ് കൂട്ടുകാർ പറയുന്നത്. നല്ല, അതായത് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ കാര്യം. പിന്നെ എൻ്റെ സ്വദേശമാണ് കൊല്ലം തന്നെയാണ്. അപ്പം അങ്ങനെയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആകെ ഞാനൊരു 0 ലെവലിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ആ രീതിയിൽ തന്നെയാണ് എന്നെ ഇവിടുത്തെ ഫാക്കൽറ്റി ടീച്ചേഴ്സൊക്കെ ട്രീറ്റ് ചെയ്തത് തന്നെ. എന്താ പറയുക, താഴേന്ന് തന്നെ ബേസിക്കിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു, A to Z. അതായത് നമ്മൾ കുട്ടികളെ അരീശ്രീ പഠിപ്പിക്കുന്ന പോലെ തന്നെ ആ രീതിയിൽ തന്നെ പഠിപ്പിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു. പിന്നെ പതുക്കെ അതിൻ്റെ ഗ്രാജുവലി അതിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടി അതിൻ്റെ ഓരോ എന്താ പറയുക എല്ലാ ആഴ്ചകളിലും നിരന്തരമായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ വളരെ ഉത്തരവാദിത്തത്തോടാണ് ഇവിടുത്തെ ഫാക്കൽറ്റി ടീച്ചേഴ്സൊക്കെ നമ്മളെ പഠിപ്പിച്ചതൊക്കെ. പിന്നെ ഇതിനകത്ത് ഒരുപാട് പ്രത്യേകിച്ച് പറയാനുള്ള ഇവിടുത്തെ സാറന്മാരായിട്ടുള്ള രമേശ് സാറ്, ഷമീം സാറ്, പിന്നെ അനു മിസ്, പിന്നെ കൃഷ്ണ സാറ്, പിന്നെ JK സാറ്, ഇവിടുത്തെ ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ GA ക്ലാസ്സുകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അങ്ങനെ അതെല്ലാം വളരെ പ്രയോജനം ചെയ്തു നമുക്ക് ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഇത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ SBI ആണ്. SBI ക്ലർക്ക് എക്സാമാണ് ഞാനിപ്പോൾ പാസ്സായത്. അത് എൻ്റെ 2ാമത്തെ അറ്റംപ്റ്റാണ്. ഞാൻ കഴിഞ്ഞ വർഷം അറ്റംപ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ അതിലെനിക്ക് ക്ലിയർ ആക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആകെ ഇതിപ്പോൾ 2ാമത്തെ മെയിൻസാണ് എനിക്ക് അറ്റൻഡ് ചെയ്തത്. കഴിഞ്ഞ IBPS മെയിൻസ് അറ്റൻഡ് ചെയ്തു, അത് ക്ലിയർ ആക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് 2ാമത്തെ മെയിൻസ്, ഇത് വളരെ നല്ലതായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫാക്കൽറ്റി ടീച്ചേഴ്സിനൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളും കൂടെ ഇരുന്ന് നന്നായിട്ട് വർക്ക് ചെയ്യണം, എന്നാലേ നമുക്കതൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഒരുപാട് കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് ഇപ്പോൾ ബാങ്കിങ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് അതിൻ്റെ ആ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഭാഗത്തുനിന്ന് ഒരു ഫുൾ ഡെഡിക്കേഷൻ, എനിക്ക് തോന്നുന്നു ഒരു പകൽ സമയത്തായാലും അല്ലെ രാത്രിയിലായാലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 10 മുതൽ ഒരു 15 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത ദിവസങ്ങളുണ്ട്. അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് അത് കിട്ടിയത്. നമുക്ക് എവിടെ നിന്നെല്ലാം നമുക്ക് മെറ്റീരിയൽസ് കിട്ടുമോ ആ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സംഘടിപ്പിച്ച് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെയാണ് നമ്മുടെ വീക്ക് പോയിൻ്റ്. അപ്പോൾ വീക്ക് പോയിൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടെത്തി അതിന് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ്. ഇവിടെ ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ലാബുണ്ട്. നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു അൺലിമിറ്റഡ് ആണ്. പിന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരെണ്ണവും റിപ്പീറ്റഡ് അല്ല.
അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ 1.5 വർഷം ആയിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ഓരോ പുതിയ ഇതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് ഇതിൻ്റെ പിന്നിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ വളരെ നല്ല ഇതാണ്. പിന്നെ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റി ഉണ്ട്. അത് നമുക്ക് അവിടെ കമ്പ്യൂട്ടറിൽ എത്ര വേണമെങ്കിലും സമയം നമുക്കത് ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തുകൊണ്ടും ഇത് ICD കൊല്ലം എന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നു. വളരെ നല്ലൊരു ഇതാണ്. നമുക്ക് ബാങ്കിങ് സ്വപ്നം കാണുന്ന പലർക്കും ഇതൊരു ബേസാണ്. ഒരു ട്രാൻസിറ്റ് ക്യാമ്പായിട്ട് അല്ലെങ്കിൽ ട്രാൻസിറ്റ് ബേസായിട്ട് കണക്കാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് എല്ലാവരോടും ഇവിടുത്തെ ഫാക്കൽറ്റി ടീച്ചേഴ്സിനോടും ഡയറക്ടറോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഈ അച്ചീവ്മെൻറ്റിൽ എത്തിപ്പെടാൻ എന്നെ സഹായിച്ച് എന്നെ വഴികാട്ടിയതിൽ ഒരുപാട് നന്ദി. നമസ്കാരം.